അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ്റെ പ്രായോഗിക രൂപമാണ് ഹദീസുകൾ. വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും വേദഗ്രന്ഥത്തിന് പ്രവാചകൻ നൽകിയ വിശദീകരണം. ഖുർആൻ ഗ്രഹിക്കണമെങ്കിൽ ഹദീസുകളും ഗ്രഹിക്കണം. പ്രവാചക വചനങ്ങളെ തിരസ്കരിച്ചും അവഗണിച്ചും ഖുർആൻ പഠിക്കാനോ പ്രാവർത്തികമാക്കാനോ സാധ്യമല്ല. അതിനാൽ ഖുർആൻ പഠനം പോലെ തന്നെ പ്രധാനമാണ് ഹദീസുകളുടെ പഠനവും. ഇന്ന് നമുക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് പഠിക്കാം. ഗോത്രക്കാരനായ മാഇസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ സന്നിധിയിൽ വരികയും വ്യഭിചാരത്തിനുള്ള ശിക്ഷ തൻ്റെ മേൽ നടപ്പാക്കണമെന്ന് 4 തവണ ആവർത്തിക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് എറിഞ്ഞുകൊല്ലൽ ശിക്ഷ വിധിക്കുകയുണ്ടായി. പിന്നീടൊരിക്കൽ പ്രവാചകനും കുറച്ച് അനുയായികളും മാഇസ് വധിക്കപ്പെട്ട പ്രദേശത്തു കൂടി നടന്നു പോവുകയായിരുന്നു. ഒരാൾ പറഞ്ഞു, ഇയാൾ എന്തൊരു വിഡ്ഢിയാണ്. പല പ്രാവശ്യം അയാൾ നബിയുടെ അടുക്കൽ വന്നു. ഓരോ തവണയും അവിടുന്ന് അയാളെ തിരിച്ചയച്ചു. എന്നിട്ടും ഒരു നായ കൊല്ലപ്പെടുന്നത് പോലെ കൊല്ലപ്പെട്ടു. ഇത് കേട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനം പാലിച്ചു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ചത്തുവീർത്ത് കൈക്കാലുകൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കഴുതയുടെ സമീപത്ത് അവരെത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇത് ഭക്ഷിച്ചുകൊള്ളൂ. അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ഈ കഴുതയുടെ ശവമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്പം മുമ്പ് നിങ്ങളുടെ സഹോദരൻ്റെ അഭിമാനം ക്ഷതപ്പെടുത്തി നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇത് ഭക്ഷിക്കുന്നതിനേക്കാൾ ഗുരുതരമാണ്. മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവൻ തന്നെയാണ്. നിശ്ചയം മാഇസ് സ്വർഗീയ അരുവികളൊന്നിൽ ഇപ്പോൾ നീന്തി തുടിക്കുകയാവും. ഇസ്ലാം ഗൗരവപൂർവ്വം വിലക്കിയിട്ടുള്ള മഹാപാപങ്ങളിലൊന്നാണ് വ്യഭിചാരം. വിവാഹിതനെങ്കിൽ വധശിക്ഷ നിർബന്ധമാവുന്ന അതീവ ഗുരുതര കുറ്റം. വ്യഭിചാരത്തിലേക്ക് ഒരു കാരണവശാലും അടുക്കരുതെന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുതെന്നും ഖുർആൻ ഉണർത്തിയിട്ടുണ്ട്. എന്നാൽ വ്യഭിചാരത്തെക്കാളും കഠിനമായതും ദീൻ കർശനമായി വിലക്കിയിട്ടുള്ളതുമായ മറ്റു ചില പാപങ്ങളുണ്ട്. പരദൂഷണം അവയിൽ പ്രധാനമത്രേ. പ്രകൃത ഹദീസ് ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിശ്വാസികൾ ഏക സഹോദരന്മാരെ പോലെ ജീവിക്കേണ്ടവരും പരസ്പര സൗഹാർദ്ദത്തിൽ കഴിഞ്ഞുകൂടേണ്ടവരുമാണ്. സാഹോദര്യബോധത്തെ തകർത്ത് കളയുന്ന ശീലങ്ങളും സ്വഭാവങ്ങളും അവരിൽ ഉണ്ടായിക്കൂടാൻ പാടില്ലാത്തതാണ്. വിശ്വസിച്ചവരെ, അധികം ഊഹിക്കുന്നത് നിങ്ങൾ വർജിക്കുക. എന്തുകൊണ്ടെന്നാൽ ചില ഊഹങ്ങൾ കുറ്റമാകുന്നു. ചുഴിഞ്ഞന്വേഷിക്കുകയും അരുത്. നിങ്ങളിൽ ഒരാളും ആരെക്കുറിച്ചും പരദൂഷണം പറയരുത്. നിങ്ങൾ ആരെങ്കിലും മരിച്ച സഹോദരൻ്റെ മാംസം തിന്നാൻ ഇഷ്ടപ്പെടുമോ? നിങ്ങളത് വെറുക്കുകയാണല്ലോ. എങ്കിൽ അള്ളാഹുവിനോട് ഭക്തിയുള്ളവരാവുക. തീർച്ചയായും അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ദയാപരനുമാകുന്നു. അന്യരുടെ കുറ്റങ്ങളും കുറവുകളും അവർക്കിഷ്ടമില്ലാത്ത വിധത്തിൽ പറഞ്ഞു പ്രചരിപ്പിക്കലാണല്ലോ പരദൂഷണം. സമൂഹത്തിൽ ഭൂരിപക്ഷം പേരിലും ഈ സ്വഭാവദൂഷ്യം നിലനിൽക്കുന്നുണ്ട്. ദീനി വിഷയങ്ങളിൽ അമിതമായി താല്പര്യം കാണിക്കുന്ന പലരിലും പരദൂഷണ മനോഭാവം നിലനിൽക്കുന്നതായി കാണാം. അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചോ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന മോശമായ സ്വാധീനത്തെക്കുറിച്ചോ ആലോചിക്കുന്നവർ നന്നേ വിരളമാണ്. വ്യഭിചാരം പോലുള്ള വൻകുറ്റങ്ങളെ ഗൗരവപൂർവ്വം കാണുന്നവർ പോലും പരദൂഷണത്തെ ലഘുവും നിസ്സാരവുമായിട്ടാണ് കാണാറുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, പരദൂഷണം വ്യഭിചാരത്തേക്കാൾ കഠിനമായ കുറ്റമാണ്. ആളുകൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, പരദൂഷണം എന്തുകൊണ്ടാണ് വ്യഭിചാരത്തേക്കാൾ കഠിനമായ കുറ്റമാകുന്നത്? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ വ്യഭിചരിച്ചാൽ അള്ളാഹു അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കും. എന്നാൽ പരദൂഷകന് അവൻ ആരെക്കുറിച്ച് പരദൂഷണം നടത്തിയോ അയാൾ വിട്ടുകൊടുക്കുന്നതുവരെ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. വ്യക്തികളുടെ അഭിമാനം ക്ഷതപ്പെടുത്തുക എന്നത് ഗുരുതരമായ തെറ്റായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ഒരു മനുഷ്യനെ വധിക്കുന്നതിനേക്കാൾ വലിയ കുറ്റവുമാണത്. മരണപ്പെട്ട സഹോദരൻ്റെ മാംസം തിന്നുന്നതിനോടാണ് പരദൂഷണത്തെ ഖുർആൻ ഉപമിച്ചിട്ടുള്ളത്. ഒരാളെ വധിക്കുന്നതിനേക്കാൾ ഗുരുതരമാണല്ലോ അയാളുടെ മൃതശരീരം ഭക്ഷിക്കൽ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഐഹിക ലോകത്ത് തൻ്റെ സഹോദരനെക്കുറിച്ച് പരദൂഷണം പറയുകയും അവൻ്റെ മാംസം തിന്ന് ജീവിക്കുകയും ചെയ്തവൻ്റെ മുന്നിൽ അന്ത്യനാളിൽ ശരീരം ഹാജരാക്കപ്പെടും. അവനോട് പറയപ്പെടും, ഇതാ ഈ മൃതശരീരം ഭക്ഷിച്ചുകൊള്ളൂ.
മുമ്പ് ജീവനോടെ നീ ഇത് തിന്നിരുന്നതാണല്ലോ. അങ്ങനെ അയാളത് ഭക്ഷിക്കാൻ നിർബന്ധിതനാകും. അസഹ്യത നിമിത്തം അയാൾ മുഖം ചുളിക്കുകയും അട്ടഹസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. സ്വന്തം ന്യൂനതകളെക്കുറിച്ചും ദൗർബല്യങ്ങളെക്കുറിച്ചും ആലോചിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് പരദൂഷണ മനോഭാവത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള പോംവഴി. തൻ്റെ ന്യൂനതകൾ എന്തെല്ലാമാണെന്ന് തിരിച്ചറിയുന്ന വ്യക്തി അപരൻ്റെ ന്യൂനതകൾ തേടി നടക്കുകയോ പറഞ്ഞ് പ്രചരിപ്പിക്കുകയോ ചെയ്യുകയില്ല. കൂട്ടുകാരൻ്റെ ന്യൂനതകൾ പറയണമെന്ന് നീ ആഗ്രഹിക്കുമ്പോൾ നിൻ്റെ ന്യൂനതകളെക്കുറിച്ച് ചിന്തിക്കുക. പരദൂഷണം പോലുള്ള തെറ്റുകുറ്റങ്ങൾ പറയുന്നത് മാത്രമല്ല, കേൾക്കുന്നതും ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരദൂഷണം പറയുന്നതും അത് കേൾക്കുന്നതും ഒരേപോലെ നിഷിദ്ധമാക്കുകയുണ്ടായി. അനാവശ്യം പറയുന്നതിൽ നിന്ന് നിൻ്റെ നാവിനെ നീ കാത്തു സൂക്ഷിക്കുന്നത് പോലെ അത് കേൾക്കുന്നതിൽ നിന്ന് നിൻ്റെ കാതുകളെയും കാത്തു സൂക്ഷിക്കുക. എന്തുകൊണ്ടെന്നാൽ നിഷിദ്ധ സംസാരം കേൾക്കുന്നവൻ തെറ്റിൽ അത് പറയുന്നവൻ്റെ പങ്കാളിയാണ്. പരദൂഷണം കേൾക്കുന്നതും പറയുന്നതും ഒരുപോലെ കുറ്റകരമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു ചരിത്ര സംഭവം ഇങ്ങനെയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും പ്രവാചകരുടെ കൂടെ യാത്ര പോവുകയായിരുന്നു. അവരോടൊപ്പം ഭക്ഷണം പാകം ചെയ്യാനും മറ്റുമായി ഒരു വേലക്കാരനുമുണ്ട്. ഒരു ദിവസം അബൂബക്കറും ഉമറും ഉറങ്ങി എണീറ്റപ്പോൾ വേലക്കാരൻ ഉണർന്നിട്ടില്ല. അവരിൽ ഒരാൾ പറഞ്ഞു, ഇയാൾ വല്ലാത്ത ഉറക്കക്കാരൻ തന്നെ. പിന്നീട് അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ പ്രവാചകനോട് അല്പം കറി ആവശ്യപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുകയും കറി ഉപയോഗിക്കുകയും ചെയ്തുവല്ലോ. അവർ ചോദിച്ചു, പ്രവാചകരെ, എപ്പോഴാണ് ഞങ്ങൾ കറി ഉപയോഗിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ന്യൂനതകൾ എടുത്തോതിക്കൊണ്ട് നിങ്ങൾ കുറച്ചു മുമ്പ് അവൻ്റെ മാംസം തിന്നപ്പോൾ. എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവൻ തന്നെ സത്യം. നിങ്ങളുടെ കൂട്ടുകാരൻ്റെ മാംസാവശിഷ്ടങ്ങൾ രണ്ടുപേരുടെയും മുൻപല്ലുകളിൽ ഞാൻ കാണുന്നുണ്ട്. അവർ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾക്കു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും വേലക്കാരനെ ചെന്നു കാണുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവനോട് ആവശ്യപ്പെടുക. അതാണ് കൂടുതൽ നല്ലത്. സഹോദരനെക്കുറിച്ച് ദുഷിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അതിൽ പങ്കാളിയാവുകയോ അതിന് കൂട്ടുനിൽക്കുകയോ അല്ല വിശ്വാസി ചെയ്യേണ്ടത്. മറിച്ച് സഹോദരൻ്റെ അഭിമാനം സ്വന്തം അഭിമാനമായും അതിനുമേൽ നടത്തുന്ന കയ്യേറ്റം സ്വന്തം മേലുള്ള കയ്യേറ്റമായും അവൻ കാണേണ്ടതുണ്ട്. വിശ്വാസം ആവശ്യപ്പെടുന്ന സാഹോദര്യത്തിൻ്റെ അനിവാര്യ താൽപ്പര്യം ഇതാണ്. വ്യക്തികളെക്കുറിച്ച് നല്ലത് മാത്രമേ സംസാരിക്കാവൂ എന്ന ശ്രേഷ്ഠ പാഠം കൂടി ആദ്യം കൊടുത്ത ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. വ്യഭിചരിക്കുകയും ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്ത വ്യക്തിയായിരുന്നു മായിസ് റളിയല്ലാഹു അൻഹു. എന്നിട്ടും പ്രവാചകൻ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്നു. സ്വർഗത്തിലെ നദികളിൽ മായിസ് നീന്തി തുടിക്കുന്നുണ്ടെന്ന് അവിടുന്ന് സന്തോഷവാർത്ത അറിയിക്കുന്നു. മായിസിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ജനാസ നമസ്കരിക്കുകയും ചെയ്യുന്നു. തെറ്റു ചെയ്ത ആളുകളെ അവർ പശ്ചാത്തപിച്ച് മടങ്ങിയാലും പഴയ കണ്ണോടുകൂടി തന്നെ നോക്കിക്കാണുന്ന ചിലരുടെ ദുശീലത്തെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തിരുവചനത്തിലൂടെ തിരുത്തുന്നുണ്ട്. ഒരിക്കൽ തെറ്റു ചെയ്താൽ പിന്നീട് ജീവിതകാലം മുഴുവൻ വ്യക്തിയെ ആ രീതിയിൽ തന്നെ വീക്ഷിക്കുക എന്നതാണ് ജനങ്ങളുടെ പൊതു സ്വഭാവം. അള്ളാഹു പുറത്തു കൊടുത്താലും ജനങ്ങൾ പൊറുക്കാൻ സന്നദ്ധരാവുകയില്ല. കുറ്റം ചെയ്തവരെ എക്കാലവും സംശയദൃഷ്ടിയോടെ മാത്രം അവർ വീക്ഷിച്ചു കൊണ്ടിരിക്കും. വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിന് നിരക്കാത്ത വൈകൃതമായ മാനസികാവസ്ഥയാണിതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. തെറ്റു ചെയ്തവൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ പിന്നെ തെറ്റു ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ് ദീനിൻ്റെ അധ്യാപനം. പ്രകൃത ഹദീസ് ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്.